ഇറാനിയൻ ജനതയെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയ ഒരു ആൻഷ്യൻ്റ് ഇറാൻ്റെ തുടർച്ച എന്നുള്ളത്. എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ ഒക്കെയുള്ള യൂറോപ്പിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ മുകളിലൊക്കെ നിൽക്കാൻ പറ്റുന്ന മികവുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അറേബ്യൻ ഗൾഫ് എന്നേ അവർ പറയുള്ളൂ. പെർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് കേട്ടാൽ അവർക്ക് കലി വരും. നമുക്ക് പണ്ട് ഗൾഫിൽ പോകാനല്ല പേർഷ്യയിലേക്ക് പോകാം എന്നുള്ളത്. ഇറാൻ എന്നുള്ളത് ഒരു റിസൈലൻസിൻ്റെ പ്രതീകമാണ്. ലോകം മുഴുവൻ അവർക്കെതിരെ, പ്രത്യേകിച്ച് യൂറോപ്പ്, വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക അടക്കം, US അടക്കമുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ നടത്തുന്ന കോൺസ്പിറസികളെ അവരുടെ ഡിപ്ലോമസി കൊണ്ട് മറികടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്നും അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് അവരെന്നുള്ള ഞങ്ങൾ ഇനി ആയുധം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറാൻ കാരണം അതായത് അവർ പ്രതീക്ഷിച്ച ഒരു ഗ്രാവിറ്റിയിലേക്ക് ആ യുദ്ധം അല്ലെങ്കിൽ റവല്യൂഷൻ വന്നില്ല എന്നുള്ളതാണ്. അതായത് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് നേപ്പാളിനെ കുറിച്ചുള്ള ഒരു പ്രസ് മീറ്റിൽ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയുടെ നിപ്പിൾ പോലെയുള്ള ഒരു കൺട്രി അല്ലേ, അത് ഇന്ത്യയുടെ ഭാഗമല്ലേ? ഖാംനെയി അതിനുശേഷം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, നമ്മളാരെങ്കിലും ഒരു പള്ളിയിൽ കയറി വെടിവെക്കും? ഇറാൻ എന്നും മലയാളികൾക്ക് വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ്. ഇറാനിൽ എന്ത് സംഭവിക്കുന്നു, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു, ഇറാനിൽ ജനാധിപത്യമാണോ? എല്ലാ കാലത്തും മലയാളി വളരെ ആശങ്കയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കോപത്തോടു കൂടിയും പല സമ്മിശ്ര വികാരത്തോടു കൂടി ഇറാനിലേക്ക് മലയാളി നോക്കിക്കാണും. മലയാളിയുടെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗം തന്നെയാണത്. ഇറാൻ വിപ്ലവത്തിന് ശേഷം മലയാളികൾക്കിടയിൽ ഒരുപക്ഷെ ഇസ്ലാമോഫോബിക്കാർ ഉപയോഗിക്കാവുന്ന തരത്തിൽ അത്രയും ശക്തമായ ഇറാനെക്കുറിച്ചുള്ള വ്യവഹാരങ്ങൾ മലയാളി സമൂഹത്തിലുണ്ട്. ഇപ്പോഴും ഇറാനിൽ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെയുള്ള വാർത്തകളൊരു പ്രത്യേകത, അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും ഇവിടെ എന്താണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നത് എന്താണ്, ഇത്തരം വാർത്തകളുടെ വിശേഷങ്ങൾ എന്താണ്, അത് ഏത് ഭാഷയിലാണ് പറയുന്നത്, ഈ ഭാഷ മലയാളികൾക്കിട്ട് പിടിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് നുണകൾ, ചിലപ്പോഴൊക്കെ അസത്യങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. ആഷിക്ക് കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരാളാണ്, എംബസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരാളം ഇടപെട്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ആഷിക്ക് ഇന്ന് കേരള ഇൻസൈറ്റ് മീഡിയയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഷിക്കിന് സ്വാഗതം. ഇതിൽ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു ഭാഗം, കേരളീയ പൊതുസമൂഹത്തിന് പൊതുവിൽ ഇറാനിനോടൊരു താല്പര്യമുണ്ട് എന്നുള്ളത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഒന്നാമത് അതിൻ്റെ ഒരു പ്രധാന കാരണം, ഇറാൻ എന്നുള്ളത് ഒരു റിസൈലൻസിൻ്റെ പ്രതീകമാണ്. അതായത് സാമ്രാജ്യത്വ അജണ്ടകൾക്ക് പ്രതിരോധം തീർത്ത സക്സസ്ഫുള്ളായി നിലനിന്ന ഒരു സംവിധാനമാണ് ഇറാൻ എന്ന് പറയുന്നത്. 10-30 3 പതിറ്റാണ്ടുകളോളം ലോകരാഷ്ട്രങ്ങൾ ഒന്നായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം സ്വന്തമായി ഡൊമസ്റ്റിക്കലി ഗ്രോ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നീഡുകളൊക്കെ മീറ്റ് ചെയ്ത് നിലനിന്ന് പോന്ന, പ്രതികരിച്ച് നിലനിന്ന് വന്ന, ആരുടെയും മുന്നിൽ തലകുനിക്കാതെ, ആരുടെയും ദയാവായ്പകൾക്ക് ചെന്ന് വാതിൽ മുട്ടാതെ അവരുടെ തനതായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ഒരു സമൂഹമാണ് ഇറാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പാരമ്പര്യം, അവരേറ്റവും കൂടുതൽ ആവേശം കൊള്ളുന്ന, അഭിമാനം കൊള്ളുന്ന അവരുടെ പേർഷ്യൻ സ്വത്വം, കലയുടെ, നാഗരികതയുടെ, എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഒക്കെ ഈറ്റില്ലമായ പഴയ പേർഷ്യ, ആ പേർഷ്യയുടെ ഹെയറാർക്കി ലെഗസി ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വലിയ ഒരു ജനവിഭാഗമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനെ നമ്മൾ ആധുനികമായി ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ തന്നെ പഴയ പേർഷ്യയുടെ വലിയ ഒരു ലെഗസി ആ ഭാഗത്തുള്ള ആളുകൾക്ക് പൊതുവിൽ പറയാനുണ്ട്. അവർ ഇപ്പോഴും ആ ഒരു ലെഗസിയിൽ അഭിമാനം കൊള്ളുകയും അതിലേക്ക് ചേർന്ന് നിന്ന് സ്വയം അസ്തിത്വം അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഇറാൻ. പുറത്തു നിന്നുള്ള ഒരു ഭീഷണിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന 12 ദിവസ യുദ്ധം, 12 ദിന യുദ്ധം, 12 ഡേ വാർ എന്ന് പറയുന്ന ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധം, ആ യുദ്ധ സമയത്ത് പോലും ഇറാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഭ്യന്തരമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തി
ഒരു സിംഗിൾ ലീഡർഷിപ്പിന് പിറകിൽ നിൽക്കാൻ ആ രാജ്യവും ആ ജനങ്ങളും തയ്യാറാകുന്നു എന്നുള്ളത് അവരുടെ റിസൈലൻസിൻ്റെ ഒരു മോഡലാണ്. അതായത് പുറത്തുനിന്നുള്ള ഒരു എനിമി അല്ലെങ്കിൽ നമ്മളെ ഭരിക്കാൻ, നമ്മളെ ആക്രമിക്കാൻ, നമ്മളുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യാൻ, നമ്മളുടെ തീരുമാനങ്ങൾ തീരുമാനിക്കാൻ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ അഗ്രസർ വരുന്നു എന്ന് പറയുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു വികാരമാണത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്നെ എന്താ പറയുക, പ്രതിരോധിക്കുക, നിലനിൽക്കുക, അവകാശങ്ങൾക്ക് പോരാടുക എന്നുള്ളതാണ് ഇറാനിയൻ ജനത എല്ലാ കാലത്തും കാണിച്ച ഒരു വിസ്മയം എന്ന് പറയുന്നത്. അതിൻ്റെ കോട്ടങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഏവിയേഷൻ മേഖല, പിന്നെ വ്യോമയാന മേഖല വളരെ വീക്കായിരുന്നു. കാരണം പുറത്തു നിന്നുള്ള നിലവിലുള്ള ഒരു സ്ഥിതി അനുസരിച്ച് 10 രാഷ്ട്രങ്ങൾ ചേരാതെ ഒരു ജെറ്റ് വിമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ലോകത്തില്ല നിലവിൽ. ഒരു രാഷ്ട്രത്തിനും സ്വന്തമായി ഒരു ജെറ്റ് വിമാനം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ, വ്യത്യസ്ത പാർട്ടുകൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് അതൊക്കെ അസംബിൾ ചെയ്തെടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം UN-ൻ്റെ ഉപരോധം കൂടി വന്നതിന് ശേഷം അവർക്ക് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തിൽ വലിയ അളവിൽ നിയന്ത്രണങ്ങൾ വരുന്നു. അവരുടെ തന്നെ പ്രോഡക്റ്റുകൾ പുറത്തു പോകാനുള്ള പ്രയാസങ്ങൾ, പരിമിതികൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന അവരനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം ഈ ഏവിയേഷൻ മേഖലയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പെഷസ്കിയുടെ മുമ്പിലുള്ള പിന്നെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇബ്രാഹിം റയീസി. അദ്ദേഹം പിന്നെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിക്കുന്നത്. വളരെ എന്താ പറയുക, പിന്നെ ഉദ്വേഗജനകമായ സമയങ്ങളിൽ രാജ്യം കടന്നു പോകുന്ന സമയത്താണ് ഇബ്രാഹിം റയീസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത്. അത് ടെക്നിക്കൽ ഗ്ലിച്ച് എന്നാണ് അതിനിപ്പോഴും അവർ പറയുന്ന കാരണം. അതായത് ഏവിയേഷൻ പിന്നെ എന്താ ഒരു പ്രസിഡൻറ്റിന് കൊടുക്കാവുന്ന ഒരു സുരക്ഷ കൊടുക്കാൻ മാത്രമുള്ള ശേഷി അവർക്ക് ആ മേഖലയിൽ ഇല്ലാതെ പോയി എന്നുള്ള ഒരു വിലയിരുത്തലുകൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ ഈ ഉപരോധം എന്ന് പറയുന്നത് പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അടിയായിരുന്നു. പക്ഷേ ലോങ് ടേമിൽ സർവൈവ് ചെയ്യാനുള്ള ഒരായുധമായിട്ട് ഇറാൻ സർക്കാരും അല്ലെങ്കിൽ റെജീമും ജനതയും ഈ ഉപരോധത്തെ അവസരമാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഒരു എന്താ പറയുക, ഒരു ബിഗ് ക്യാൻവാസിൽ നമ്മളിതിൽ കാണുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പുറത്തുനിന്ന് മീഡിയ നമുക്ക് മനസ്സിലാവുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെ, അതേപോലെ തന്നെ സാമ്പത്തികമായ തകർച്ചയ്ക്കെതിരെ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ ജനങ്ങൾ വരികയും പിന്നീട് അതൊരു ഭരണകൂടം മാറണം എന്ന രീതിയിലേക്ക് മാറുന്നു എന്നൊക്കെയാണ് നമ്മൾ പൊതു മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇപ്പം എന്താ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഇറാനിൽ മാത്രമല്ല, ലോകത്തെല്ലാ ഇടങ്ങളിലും പ്രതിപക്ഷ സ്വരങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ ജില്ലയിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. എല്ലായിടങ്ങളിലും ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും ഉണ്ട്. ഡിസെൻഡിങ് വോയിസുകൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ ഡിസെൻഡിങ് വോയിസുകളെ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് കാണാൻ കഴിയുക. അതായത് ഇറാൻ്റെ ഡിസെൻഡിങ് വോയിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാപൂർവ്വം അവർ നോക്കി നിൽക്കുന്ന വോയിസുകളാണ്. അപ്പോൾ ചെറുതായിട്ടുണ്ടാകുന്ന വോയിസുകൾ പോലും അവർക്ക് വലിയ പ്രതീക്ഷകളാണ്. കാരണം അവിടെ ഒരു റെജീം ചേഞ്ചിന് സാധ്യതയുണ്ട് എന്നുള്ള അവർ സാധ്യത നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എല്ലാ സാധ്യതകളും അതിലേക്ക് അവരിങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇറാനിലെ ചെറിയ ഡിസെൻഡിങ് വോയിസുകൾ പോലും അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്തകളായി വരുന്നതും മറ്റൊക്കെ. ഇപ്പോൾ ഉദാഹരണം, പിന്നെ ഇറാൻ്റെ ആഭ്യന്തരമായി ഇപ്പം നമുക്കറിയാം ഏത് സമൂഹം വളരുന്നത് അതിന് സോഷ്യോളജിക്കലി ചില തിയറികളൊക്കെ പറയാറുണ്ട്. തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ്. പുതിയ യങ്ങർ ജനറേഷൻ ഒരു തീസിസ് കൊണ്ടുവരും, ഓൾഡർ ജനറേഷൻ അതിനെ ആൻറ്റി തീസിസ് കൊണ്ടുവരും. അപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ട് ഒരു സിന്തസിസ് ഉണ്ടാക്കി സമൂഹം മെല്ലെ മുന്നോട്ട് പോകുന്ന സിന്തസിസുകളിലൂടെ മുന്നോട്ട് പോകുന്ന സാമൂഹ്യ ക്രമം പൊതുവെ പറയാറുണ്ട്. ഇറാനിലും അത് സംഭവിക്കുന്നുണ്ട്. ലോകത്ത് ഏത് രാജ്യത്തുള്ളതിനേക്കാൾ വേഗവും അല്ലെങ്കിൽ ക്രിയാത്മകവുമായിട്ടാണ് ഇറാൻ ഭരണകൂടത്തിനെതിരെ ഒരു വിഭാഗം
സ്വാഭാവികമായി ഏതൊരു ഭരണകൂടത്തിനെതിരെയും ഉണ്ടാകുന്നത് പോലെ വിമതസ്വരങ്ങൾ ധാരാളമുണ്ട് ഇറാനിലുണ്ട്. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറാനിൽ എന്താണ് സാധാരണഗതിയിൽ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധ ഡിസെൻഡിങ് വോയിസുകളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന മുഖമായി നിൽക്കുന്ന മൂസവിയൊക്കെ പോലെയുള്ള പൊളിറ്റീഷ്യൻ ആരും ഈ ഡിസെൻഡിങ്ങിനെ ഓൺ ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് 2021 വലിയ പിന്നെ സ്ത്രീ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രക്ഷോഭം ഇറാനെ പിടിച്ച് 79-ന് ശേഷം ഏറ്റവും വലിയ അവകാശ പ്രക്ഷോഭം എന്ന് പിന്നെ പറയപ്പെട്ട പെണ്ണുങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭം നടന്നു. രാജ്യം യഥാർത്ഥത്തിൽ പിന്നെ വറങ്ങലിച്ച് പോയ സിറ്റുവേഷനുകൾ കടന്നുപോയ ഒരു പ്രക്ഷോഭമായിരുന്നു അത്. ആ സമയത്ത് പോലും വലിയ ഫേസുകൾ മൂസവിയൊക്കെ പോലെയുള്ള പ്രതിപക്ഷ വോയിസുകൾ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. പക്ഷേ ഈ സമയത്തുണ്ടായ പ്രക്ഷോഭത്തിൽ ഇവരാരും അതിനെ ഓൺ ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് ഡൊമസ്റ്റിക്കലി ക്യൂറേറ്റ് ചെയ്തെടുത്ത ഒരു പ്രക്ഷോഭമായിരുന്നില്ല. ഒരു ഇൻ്റർനാഷണൽ ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകളുടെ സ്വാധീനഫലമായിട്ടുണ്ടായ ഒരു അപ്രൈസിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമാണ് എന്നുള്ള ഇമേജ് തുടക്കം മുതലേ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ലോക്കലി പ്രസൻ്റായ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ ഇതിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിൽ ഇറാൻ റെജീം നടത്തുന്ന ആരോപണം എന്ന് പറയുന്നത് വ്യാപകമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ഏജൻറ്റുകൾ ആളുകൾക്ക് ആയുധം സപ്ലൈ ചെയ്തു, അവരാണ് നേരിട്ട് ഷൂട്ട് ചെയ്യുകയും ഈ കാഷ്വാലിറ്റീസ് പരമാവധി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് അവരാണ് എന്നുള്ളൊരു ആരോപണം യഥാർത്ഥത്തിൽ ഇറാൻ റെജീമിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. ഇതിൽ സംഭവിക്കേണ്ട നമുക്കിതിൽ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഓഫ് സൈഡ് എന്നുള്ളൊരു സിനിമയുണ്ട്, ഇറാനിയൻ സിനിമയാണ്, നമ്മളിവിടെയൊക്കെ വളരെ വ്യാപകമായി കാണപ്പെട്ട പോപ്പുലറായ ഓഫ് സൈഡ് സിനിമ. ഓഫ് സൈഡ് സിനിമയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാനിയൻ ഒരു പിന്നെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് അവിടെ സിന്തസിസ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ പിന്നെ അവർ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യമായി താഴെത്തട്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് ഉയർന്നു വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൃത്യമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഓഫ് സൈഡ് തോന്നിയത്. യഥാർത്ഥത്തിൽ ഒരു സമൂഹം എന്നുള്ള അർത്ഥത്തിൽ ആഭ്യന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് സമൂഹത്തിലും ചില സാച്ചുറേഷൻ പോയിന്റുകളെത്തും. അത് പവറിലാണെങ്കിൽ, ചില എന്താ പറയുക ലക്ഷറികളിലാണെങ്കിൽ, ഇപ്പോൾ GCCയിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് ലക്ഷറി സാച്ചുറേഷനാണ്, ലക്ഷറിയസ് ലൈഫ് നയിക്കുന്നതിലുള്ള ഒരു സാച്ചുറേഷൻ കൊണ്ടുണ്ടാകുന്നത്. അതെ, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ പിന്നെ പുറത്ത് പലപ്പോഴും ഇറാനിയൻ കമ്മ്യൂണിറ്റിയെ, ഇറാനിയൻ ജനതയെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയ മൺചിരാതും മൺകുടിലുകളും ഒക്കെയുള്ള ഒരു ആൻഷ്യൻ്റ് ഇറാൻ്റെ തുടർച്ച എന്നുള്ളത്. എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച പിന്നെ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ ഒക്കെയുള്ള യൂറോപ്പിൻ്റെ ഏത് പിന്നെ സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ മുകളിലൊക്കെ നിൽക്കാൻ പറ്റുന്ന മികവുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവർ ഡിവൈസ് ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും മികച്ച ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, ലോകം മുഴുവൻ അവർക്കെതിരെ, പ്രത്യേകിച്ച് യൂറോപ്പ്, വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക അടക്കം US അടക്കമുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ നടത്തുന്ന കോൺസ്പിറസികളെ അവരുടെ ഡിപ്ലോമസി കൊണ്ട് മറികടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്നും അത്ഭുതകരമായി തോന്നുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ 2010 ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്തു വന്ന ഒരു CIA മുൻ ചീഫിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 2010-11 കാലഘട്ടത്തിൽ CIA പ്ലാൻ ചെയ്ത 7 വാർസ്, നെക്സ്റ്റ് 30 ഇയേഴ്സിൽ ലോകത്ത് നടക്കേണ്ട 7 വാർസ് എന്നുള്ളതിൽ ഔട്ട് ഓഫ് 7, 6 ഈസ് ഓൾറെഡി ഓവർ. 6 അവർ നേടിയെടുത്തു. ലിബിയ, സിറിയ അടക്കമുള്ള രാജ്യങ്ങളെ ടോപ്പിൾ ചെയ്തു, റെജീം ചേഞ്ച് കൊണ്ടുവരുന്നു, മാറ്റങ്ങൾ കൊണ്ടുവന്നു, അവർ നേടിയെടുത്തു. 7ാമത്തെ അവരുടെ ടാർഗറ്റ് ബാക്കിയുള്ളത് ഇറാനാണ്. ഇറാനെ അവർക്ക് ഇപ്പോഴും ആ ഒരു രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അവർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ ഈ സിറ്റുവേഷനുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എന്താ പറയുക, ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പോലെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിലക്കെടുക്കപ്പെട്ട വിഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ സുപ്രീം ലീഡറുടെ ഫോട്ടോ എടുത്തുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ, അത് വ്യാപകമായി ഇൻ്റർനെറ്റിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ആളുകളുടെ ഒരു സ്വാതന്ത്ര്യബോധത്തിൻ്റെ ഒരു ഘടകം അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ ആരാണ് ഇതിനെ നേരത്തെ പറഞ്ഞു ഇതിനെ ഒരു ഏജന്റുമാരായിട്ട്, അങ്ങനെയാണെങ്കിൽ ഏത് രാജ്യമാണ് അവരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അതായത് ട്രംപ് ആയുധം നൽകില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ അതൊരു വഞ്ചനയാണെന്ന് ഒരു വിഭാഗം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അല്ലേ? അങ്ങനെ ഒരു വാർത്ത കേട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? അതായത് ഇറാൻ ഔദ്യോഗികമായിട്ട് 2 ദിവസം മുമ്പ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഇറാൻ വിദേശകാര്യ വക്താവ് പറഞ്ഞത് 10 രാഷ്ട്രങ്ങളുടെ ഏജന്റുകൾ ഈ പിന്നെ നടന്ന വിപ്ലവത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര കലാപുണ്ടാക്കുന്നതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മൊസാദിൻ്റെ വ്യത്യസ്ത ഏജൻറ്റുകളെയാണ് അവർ പ്രതിസ്ഥാനത്ത് നിർത്തിയത്, അവരാണ് ലീഡ് ചെയ്തത്. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ ഏകദേശം 2 മില്യണിലധികം അഫ്ഗാൻ റെഫ്യൂജികളുണ്ട്. അഫ്ഗാനിൽ നിന്ന് പലായനം ചെയ്തു പോയ 2 മില്യണിലധികം റെഫ്യൂജികൾ ഇറാനിലുണ്ട്. അവർ വലിയ അളവിൽ തൊഴിൽ രഹിതരും പിന്നെ ഇറാനിയൻ കമ്മ്യൂണിറ്റിയിൽ ചെറിയ അളവിൽ വിവേചനം നേരിടുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവിടുത്തെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ലോക്കൽ അല്ല എന്നുള്ള കാരണത്താൽ അവരനുഭവിക്കുന്ന പല റേഷ്യലല്ല, റേഷ്യലാണെന്ന് പറയാം, ഒരു കൈൻഡ് ഓഫ് റേഷ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇറാനിയൻസിന് അവർ ഒരു ആര്യൻ പിന്നെ ലെഗസി പറയലുണ്ട്. അവർ ആ ബ്ലഡ് ഞങ്ങളുടേത് ആര്യനാണ് എന്ന് അവർ ക്ലൈം ചെയ്യാറുണ്ട്. ഇന്ത്യൻ ആര്യന്മാർ പോലെ ഇറാനാണ് അവരുടെ. അതെ. അപ്പോൾ പിന്നെ ഈ അഫ്ഗാനികൾ തൊഴിലില്ലാതെ നിന്ന ധാരാളം ആളുകളെ മൊസാദ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുകയും മറ്റൊക്കെ ചെയ്തു എന്നുള്ള വാർത്തകൾ പിന്നെ ലോക്കലി സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ധാരാളമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ, ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യുന്നതിലും അവരുടെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിക്കുന്നതിലും ആരൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിലും ഈ അഫ്ഗാൻ റെഫ്യൂജികളെയാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ളത് ജെറൂസലേം പോസ്റ്റ് പോലെയുള്ള പത്രങ്ങൾ ഔദ്യോഗികമായിട്ട്. ഇറാനെതിരെ ഇസ്രായേൽ അഫ്ഗാൻ അഭയാർത്ഥികളുടെ അതെ $200 പെർ ഡേ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവർ പിന്നെ ഏജൻറ്റുകളെ റിക്രൂട്ട് ചെയ്യുകയും വളരെ ചെറിയ വളരെ ലഘുവായ ടാസ്കുകൾ കൊടുത്തിട്ടാണ് അവർ അതിന്. ഇപ്പോൾ ഉദാഹരണം നമ്പർ സംഘടിപ്പിക്കുക, ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തുക, അയാളുടെ താമസം അല്ലെങ്കിൽ ഫോൺ നമ്പർ കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ടാസ്കുകൾ കൊടുത്തിട്ടാണ് $200 പെർ ഡേ എന്നുള്ള ഇതിൽ ജെറൂസലേം പോസ്റ്റിൽ വന്ന റിപ്പോർട്ടാണ്, നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഏജൻസികളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സാധനത്തെ ഈ പ്രൊപ്പഗണ്ട റെജീം ചേഞ്ച് എന്നുള്ളൊരു സാധനം. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനിയൻ സർക്കാരിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇറാനിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ചേണിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ പൊളിറ്റിക്കൽ കമൻറ്റേറ്റേഴ്സ് പറയുന്നത് ഇനിയൊരു സുപ്രീം ലീഡർ അലി ഖാംനെയ്ക്ക് ശേഷം ഒരു പക്ഷേ ഇറാനിൽ ഉണ്ടാവണമെന്നില്ല. തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് അത് നിലനിൽക്കും, നിലവിലുള്ള പിന്നെ സ്ട്രക്ചർ സംവിധാനം നിലനിൽക്കും. പക്ഷെ ക്ലർജിയുടെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ, അതിൻ്റെ വിസിബിളായിട്ടുള്ള ലീഡർഷിപ്പ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള പിന്നെ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി ആയിരുന്നു ആദ്യം വിപ്ലവാനന്തരം 1979 കാസറ്റ് റവല്യൂഷന് ശേഷം അദ്ദേഹം സുപ്രീം ലീഡറാകുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷമാണ് നിലവിലുള്ള അലി ഖാംനെയി എന്ന് പറയുന്ന അദ്ദേഹം സുപ്രീം ലീഡറായി വരുന്നു. ഇനിയൊരു പക്ഷേ ഒരു സുപ്രീം ലീഡർ ഉണ്ടാവണമെന്നില്ല. കാരണം ആദ്യ സമയത്തൊക്കെ പിന്നെ റവല്യൂഷണറി ഗാർഡിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്. നിലവിൽ റവല്യൂഷണറി ഗാർഡിനാണ് കൂടുതൽ പ്രൊവിഷൻസ്. അവിടുത്തെ സിസ്റ്റം ഒരു സെമി മിലിറ്ററി പിന്നെ സ്റ്റേറ്റായി കൊണ്ടുവരികയും തിയോക്രാറ്റിക് ബേസിക് പ്രിൻസിപ്പിൾസ് നിലനിർത്തുകയും ലിമിറ്റഡ് ഡെമോക്രസി അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്ത ഒരു പ്രൊപ്പോർഷനിലായിരിക്കും വരാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന ഇറാനിയൻ കാലം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടതല്ല, പക്ഷെ അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു ഡയറക്ഷൻ കണ്ടാൽ നമുക്കും തോന്നും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്, സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ അഫ്ഗാൻ അഭയാർത്ഥികളുടെ ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു അഭയാർത്ഥി സമൂഹം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നൊരു ആഭ്യന്തരമായ അവരുടെ ഒരു കൂട്ടാളികളും അവരുടെ ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിഗരറ്റ് കത്തിച്ച് സുപ്രീം ലീഡറുടെ ഫോട്ടോ കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് അത് ഒരു അഭയാർത്ഥിയായിട്ട് എനിക്ക് തോന്നില്ല. മറിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള ആഭ്യന്തരമായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവർ തമ്മിലുള്ളൊരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് അവിടെ
ഒരു ഭയങ്കര ഡിസെൻഡിങ് ഫോഴ്സാണ് ഇറാനിയൻ കമ്മ്യൂണിറ്റിയിൽ ലെഫ്റ്റ്. ഇപ്പോൾ മുജാഹിദ് ഖൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെഫ്റ്റ് വിങ് ഉണ്ട്. ഇപ്പോൾ പിന്നെ നിലവിലുള്ള അലി ഖാംനെയെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിൽ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ വലത് കൈ ഇപ്പോഴും ചലിക്കൂല, അദ്ദേഹത്തിൻ്റെ വലത് കൈ സ്വാധീനമില്ലാത്ത അന്നത്തെ അറ്റംപ്റ്റിൽ നഷ്ടപ്പെട്ടല്ല, അതിൻ്റെ ചലനം നഷ്ടപ്പെട്ടു പോയ ഒരു സമയം. അദ്ദേഹം ഒരു ഫ്രൈഡേ സെറിമണി കൊടുക്കാനോ മറ്റോ ക്ലാസ്സിനോ പോകുമ്പോഴാണ് അക്രമം ഉണ്ടാകുന്നത്. മിമ്പറിൽ വെച്ച ഒരു ഡൈനാമീറ്ററോ മറ്റോ പൊട്ടുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുജാഹിദ് ഖൽക്കിനാണ് എന്ന് അന്നേ റജീം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുജാഹിദ് ഖൽക്ക് പോലെയുള്ള ലെഫ്റ്റ് ഓറിയൻറ്റേഷനുള്ള സംഘടനകളെ ഒരു വില്ലൻ പരിവേഷം പൊതുവിൽ അവിടെ കാണിക്കപ്പെടാറുണ്ട്. ഇവർ ഈ റജീമിൻ്റെ സ്റ്റൈലുമായിട്ട് ക്ലർജിയുടെ, അതായത് അവരുടെ മുജാഹിദ് ഖൽക്കിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ആരോപണം എന്ന് പറയുന്നത് വിപ്ലവം ഹൈജാക്ക് ചെയ്തതാണ് എന്നുള്ളതാണ്. 79 റവല്യൂഷൻ ഈ ക്ലർജി ഹൈജാക്ക് ചെയ്യുകയും അവരൊക്കെ കൊണ്ടുവന്ന ഒരു സാധനത്തെ ഇവർ ഹൈജാക്ക് ചെയ്തു എന്നുള്ളൊരു ആരോപണം അന്നേ ഉണ്ടായിരുന്നു. അതിനെ പിന്നെ ശക്തി പകരുന്നായിരുന്നു വിപ്ലവത്തെ എക്സ്പോർട്ട് ചെയ്യും എന്നുള്ള ഹുമൈനിയുടെ ആ സമയത്തെ വാദം. റീജിയണൽ മറ്റ് രാജ്യങ്ങളെ GCCയിലേക്ക്, ഇറാഖിലേക്ക്, സിറിയയിലേക്കൊക്കെ ഞങ്ങൾ വിപ്ലവത്തെ എക്സ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സമയത്തുണ്ടായിരുന്നു. അത് വലിയ കൊള്ളിളക്കം ആ സമയത്ത് പിന്നെ റീജിയനിൽ സൃഷ്ടിക്കുകയും അതുകൊണ്ടാണ് ഇറാൻ ഒരു എറ്റേണൽ എനിമിയായിട്ട് GCC കൺട്രീസിനൊക്കെ മാറിയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വളരെ പിന്നെ അടുത്ത കാലത്താണ് ഇവരൊക്കെ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തുടങ്ങുകയും പരസ്പരം കോഡിയൽ റിലേഷൻസിലേക്ക് പോവുകയും ചെയ്തത്. അതുവരെ ഒരു എനിമി എന്നുള്ള അർത്ഥത്തിലായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പേർഷ്യൻ ഗൾഫ് എന്നാണ് ഈ പിന്നെ ഈ കടലിടുക്കിനെ ഇവർ വിശേഷിപ്പിക്കുക. പക്ഷേ അറബികൾ പേർഷ്യൻ ഗൾഫ് എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിക്കില്ല. അവർ അറേബ്യൻ ഗൾഫ് എന്നേ അവർ പറയുള്ളൂ. അവരുടെ പിന്നെ ടെക്സ്റ്റുകളിൽ, റിപ്പോർട്ടുകളിൽ, ഔദ്യോഗിക രേഖകളിലൊക്കെ അറേബ്യൻ ഗൾഫ് എന്നേ അവർ പറയുള്ളൂ. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് കേട്ടാൽ അവർക്ക് കലി വരും. നമുക്ക് പണ്ട് ഗൾഫിൽ പോകാനല്ല പേർഷ്യയിലേക്ക് പോകാം എന്നുള്ളത് അതെന്നുള്ള പറഞ്ഞ് എനിക്കറിയില്ല. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. ഇതിലിപ്പോൾ പിന്നെ നിലവിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ മിലിറ്ററി ബിൽഡപ്പുകളാണ് US-ൻ്റെ ഭാഗത്ത്. അബ്രഹാം ലിങ്കൺ USS സാധനങ്ങളൊക്കെ വരുന്നു, ആർമഡ വരുന്നു, വലിയ ഫ്ലീറ്റായിട്ട് അവർ വരുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു യുദ്ധസാധ്യത നിലവിലില്ല. ഒരു യുദ്ധസാധ്യത നിലവിലുള്ള വേൾഡ് ഓർഡർ മുന്നോട്ട് വെച്ച് നമ്മളൊരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കമൻറ്റേറ്ററും കൊള്ളാവുന്ന ഒരു പൊളിറ്റിക്കൽ കമൻറ്റേറ്ററും ഒരു യുദ്ധസാധ്യത ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു യുദ്ധസാധ്യത വന്ന ഒന്നാമതായിട്ട് ഒരു ഏരിയൽ അറ്റാക്കിലൂടെ മാത്രം ഒരു രാജ്യത്തിൻ്റെ റെജീം ചേഞ്ച് സാധ്യമാക്കാൻ US-നോ ആർക്കും നിലവിൽ സാധ്യമല്ല. സോൾജിയേഴ്സ് ഫൂട്ട് ഓൺ എർത്ത് ഇല്ലെങ്കിൽ, ഭൂമി ഗ്രൗണ്ടിൽ ഇല്ലെങ്കിൽ, ഒരു ഏരിയൽ അറ്റാക്ക് കൊണ്ട് മാത്രം ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഒന്നാമത്. രണ്ടാമത്, ഇറാൻ ഓൾറെഡി അവരുടെ ശേഷി തെളിയിച്ചു കഴിഞ്ഞു. 12 ദിവസ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ നഷ്ടങ്ങൾ അസസ് ചെയ്തപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളടക്കമുള്ള പിന്നെ അനലിസ്റ്റുകളൊക്കെ പറഞ്ഞൊരു കാര്യം, 7 days കൂടി ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രായേൽ നാമാവശേഷമായി പോകുമായിരുന്നു എന്നുള്ളതാണ്. ഒരാഴ്ച കൂടി ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ എല്ലാ അസറ്റുകളും നശിച്ചു പോകുന്ന തരത്തിൽ. ഇതിൽ വേറെയും ഒരുപാട് ക്രൈസിസുകൾ ഇസ്രായേൽ അനുഭവിക്കും. നിലവിലുള്ള ബിൽഡപ്പിൻ്റെ പിറകിൽ പോലും ഇസ്രായേൽ ആവശ്യമാണ്. ഇസ്രായേൽ ആവശ്യപ്രകാരമാണ് US അത് ചെയ്യുന്നത്. US ഇൻട്രസ്റ്റ് അല്ല യഥാർത്ഥത്തിൽ. എന്നാൽ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ US-ന് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. റെജീം ചേഞ്ച് ഉണ്ടാക്കുക. പെട്ടെന്ന് അവരെന്നുള്ള ഞങ്ങൾ ഇനി ആയുധം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറാൻ കാരണം അതായത് അവർ പ്രതീക്ഷിച്ച ഒരു പിന്നെ ഗ്രാവിറ്റിയിലേക്ക് ആ യുദ്ധം അല്ലെങ്കിൽ റവല്യൂഷൻ വന്നില്ല എന്നുള്ളതാണ്. അതായത് താഴെത്തട്ടിൽ അത്രയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റിയില്ല. അത് അല്ലെങ്കിലും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ആം സപ്ലൈ ട്രംപ് പറയുന്നത് പോലെ സാധ്യമല്ലല്ലോ. എങ്ങനെ അത് കൊടുക്കും എന്നുള്ളതിലൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നലെ നടന്നൊരു ഡെവലപ്മെൻറ്റാണ്, റഷ്യ, ചൈന, ഇറാൻ ട്രൈലേറ്ററൽ അഗ്രിമെൻ്റ് ഉണ്ടാകുന്നു. ഈ ട്രൈലേറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഇൻടാക്റ്റ് നിലനിൽക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പിന്നെ നാറ്റോ ആലയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റാണത്. പക്ഷേ അതിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്
ഒരാൾക്കെതിരെയുള്ള അക്രമം മറ്റുള്ളവർക്കെതിരെയുള്ള അക്രമമായി കണക്കാക്കണമെന്നില്ല. അത് സ്പെസിഫിക് ആയിട്ട് അതിൽ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ മൂന്ന് രാജ്യങ്ങളും എല്ലാ അർത്ഥത്തിലും പരസ്പരം സഹായിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിലവിൽ US അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു രാജ്യത്തെ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ആധുനിക ലോകത്ത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് തകർക്കാൻ കീഴ്പ്പെടുത്താൻ കഴിയില്ല ശരാശരി. ഇപ്പം നോക്കൂ, റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യുന്നു, 4 വർഷത്തോളമായി. ഒരു യുദ്ധത്തിൻ്റെ സാങ്കേതികത്വങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരും സമ്മതിക്കുന്ന ഒരു കാര്യം, ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ 6-7 ദിവസത്തിനുള്ളിൽ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആ യുദ്ധം വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ യുദ്ധം തുടർന്നു പോകും, അത് പിന്നെ വിജയിക്കാൻ കഴിയില്ല. അവർക്ക് പ്രത്യേകിച്ച് പുതിയ കാലത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യവും ചെറുതല്ല. അത് നമ്മൾക്ക് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം നേപ്പാൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയോ കാലം ഒരു തരത്തിൽ നമ്മളുടെ പെറ്റ് കൺട്രി എന്ന രീതിയിൽ കൊണ്ടു നടന്നൊരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് നേപ്പാളിനെ കുറിച്ചുള്ള ഒരു പ്രസ് മീറ്റിൽ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയുടെ നിപ്പിൾ പോലെയുള്ള ഒരു കൺട്രി അല്ലേ, അത് ഇന്ത്യയുടെ ഭാഗമല്ലേ, അതൊരു സോവറിൻ കൺട്രിയാണെന്ന് പോലും തോന്നാത്ത തരത്തിൽ ഇന്ത്യയുടെ ഇതായി കൈകാര്യം തോന്നിപ്പിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ ഏകദേശം നമ്മളെ കയ്യിൽ നിന്ന് പോയി. നമ്മളുടെ ഒരു ചൈന പൂർണ്ണമായിട്ട് അവിടെ എന്താ പറയുക, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെയുള്ള ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നു. അവിടുത്തെ 2 CPI-ML എന്താ പറയുക നേരിട്ട് ബന്ധം അവരെ ലയിപ്പിച്ചു, സർക്കാർ ഉണ്ടാക്കി, അവർക്ക് വേണ്ടി ഭരണം നടത്തിച്ചു. ഇന്ത്യയുമായി ബന്ധം ഫ്രിക്ഷൻ ഉണ്ടായി. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നോട്ട് നിരോധനത്തിന് ശേഷവും അവിടെയുള്ള എന്താ പറയുക മാദേശി പ്രക്ഷോഭം, മാദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ത്യ കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുകയും 2015 ഇന്ത്യ അനൗപചാരികമായി പറയാതെ ഒരു എക്കണോമിക് ബ്ലോക്കേഡ് കൊണ്ടുവരികയും ചെയ്തു. അതോടുകൂടി നേപ്പാൾ നമ്മളുമായിട്ട് ഉള്ള സ്വാഭാവികമായ ബന്ധം അവസാനിച്ചു. നേപ്പാൾ എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അവർക്ക് പോർട്ടുകളില്ല, അവർക്ക് ഇന്ത്യയെ ആശ്രയിക്കല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. പക്ഷേ ചൈന അവർക്ക് വേണ്ടിയിട്ട് വഴികൾ തുറന്നു കൊടുത്തു. ചൈനയുടെ പോർട്ടുകളിലേക്ക് ആക്സസ് കൊടുത്തു. ചൈന കൂടുതൽ കാരിയേഴ്സ് കൊടുത്തു. അപ്പോൾ പൂർണ്ണമായിട്ട് ചൈന നമ്മുടെ കയ്യിലുള്ള ഒരു സംവിധാനത്തെ റാഞ്ചിയെടുത്തു എന്ന് തോന്നുന്ന തരത്തിലാണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സോഫ്റ്റ് പവറുകൾ എല്ലാ രാജ്യത്തിനുണ്ട്, ഹാർഡ് പവറുകളുടെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സോഫ്റ്റ് പവറുകൾ ഉപയോഗിച്ച് എപ്പോഴും ആ സോഫ്റ്റ് പവറുകളെ ഹാർഡ് പവറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം ലോകത്ത് ഉണ്ട്. നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്കത് എളുപ്പത്തിൽ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി എന്ന് പറയുന്ന പ്രഗത്ഭനായ, ലോകത്തൊരു പക്ഷേ ഈ ഡിക്കേഡ് കഴിഞ്ഞു പോകുമ്പോൾ ലോകത്ത് പറയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, കൊള്ളാവുന്ന എന്ന ആളുകൾ പറയുന്ന, ചരിത്രത്തിൽ രേഖപ്പെടാൻ പോകുന്ന ഒരു പേര് ഒരു പക്ഷേ അബ്ബാസ് അറാഗ്ചിയുടേതായിരിക്കാം. എങ്ങനെയാണ് ഡിപ്ലോമസി, ബാക്ക്ഡോർ ഡിപ്ലോമസി, മൾട്ടിലേറ്ററൽ റിലേഷൻസിലൂടെ ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അബ്ബാസ് അറാഗ്ചിയുടെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം ഒരേ സമയം തന്നെ റഷ്യയുമായിട്ട് കരാറുകൾ ഉണ്ടാക്കുന്നു, അതേസമയം തന്നെ ഇന്ത്യയുമായിട്ട് കരാറുകൾ ഉണ്ടാക്കുന്നു, ഇന്ത്യയുമായിട്ട് ബന്ധങ്ങൾ നിലനിർത്തുന്നു, ചൈനയിലേക്ക് പോകുന്നു, ചൈനയുമായിട്ട് വളരെ അടുത്ത എന്താ പറയുക US വാണിംഗ് ഇഷ്യൂ ചെയ്യുന്ന അന്ന് ഇറാനിൽ 4 മണിക്കൂർ എയർ സ്പേസ് ബന്ദ് ചെയ്തിരുന്നു, ഒരു ഫ്ലൈറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ റഡാറിലില്ലാതെ 7-8 ചൈനീസ് കാർഗോ വിമാനം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യം എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇറാൻ ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇപ്പം ഒരു 3 മാസം മുമ്പാണ് UN-ൽ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രമേയം കൊണ്ടുവരുന്നത് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തണം, പഴയ ഉപരോധം ഏർപ്പെടുത്തണം. കാരണം JCPOA ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നുള്ള 2015 ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കെ കൊണ്ടുവന്ന ഒരു ട്രീറ്റ് ഉണ്ട്, ഒരു ധാരണ ഉണ്ട്. ഇറാൻ ഉപരോധം ഘട്ടം ഘട്ടമായിട്ട് എടുത്തു കളയുക, ഇറാൻ ആണവ നിരായുധീകരണം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് നിയന്ത്രിക്കുക.
ഈ രണ്ട് ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അതിൽ നിന്ന് ട്രംപ് വന്ന ഉടനെ ഫസ്റ്റ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അതോടുകൂടി ഈ ഇറാൻ പിന്നെ ആറ്റോമിക് എനർജിയുടെ IAEA ആളുകളുടെ ഇൻസ്പെക്ഷൻ ഇറാൻ തടഞ്ഞു. ഈ ട്രീറ്റ് നിലവിലില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി വന്ന് പരിശോധിക്കേണ്ട, ഞങ്ങളെങ്ങനെ എൻറിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, ഞങ്ങളുടെ സോവറിനിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ തടഞ്ഞു. അതിനെ തുടർന്നാണ് ഈ എൻറിച്ച്മെൻറ്റ് കൂടി എന്നുള്ള വാദങ്ങൾ ഉണ്ടാവുകയും പിന്നെ ഈ ടൊൾഡേ വാറിലേക്ക് അത് നയിക്കുകയും ചെയ്തത്. പക്ഷേ പിന്നെ ഈ JCPOA കരാറിൽ നിന്ന് US പിന്മാറിയതോടുകൂടി US ഇറാൻ്റെ മേലുണ്ടായിരുന്ന ലെവറേജ് നഷ്ടപ്പെട്ടു പോയി. ഇറാൻ ഈ ട്രീറ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ബ്രിട്ടൻ ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് UN വീണ്ടും പഴയ സാങ്ഷൻ റീഇമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് UN പോകുന്നു. ആ സമയത്ത് റഷ്യയും ചൈനയും ചേർന്നിട്ടാണ് UN അത് വീറ്റോ ചെയ്തിട്ട് ഒരു 3 മാസത്തെ സാവകാശം ഇറാന് കൊടുക്കണം. നിങ്ങൾ സാങ്ഷൻ ചെയ്തോ, പക്ഷേ 3 മാസത്തെ സാവകാശം കൊടുക്കണം. കാരണം അവർക്ക് കഴിഞ്ഞ യുദ്ധത്തിൽ അവർക്കുണ്ടായിരുന്ന ഡിഫക്റ്റ് കാരണം ഏരിയൽ ഡിഫൻസ് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. ഇപ്പോൾ റഷ്യയുടെ S-400 ഇന്ത്യയൊക്കെ മേടിച്ചത് S-400 ആണ് റഷ്യയുടെ അടുത്ത് നിന്ന്. S-400 പിന്നെ ഡിഫൻസ് സിസ്റ്റം, ചൈനയുടെ ഡിഫൻസ് സിസ്റ്റം, ഒരു തേർഡ് സിസ്റ്റമാണ് ചൈനയുടെ. ഈ 2 തേർഡ് പിന്നെ ഡിഫൻസ് സിസ്റ്റവും ഇൻസ്റ്റലേഷനുള്ള ഒരു സാവകാശം ഇറാന് കൊടുക്കണം ആവശ്യപ്പെട്ടിട്ട് അവർ ഈ സാധനത്തെ വീറ്റോ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇവരുടെ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ സൂക്ഷിക്കാം എന്നുള്ള പ്രൊപ്പോസൽ റഷ്യ ഇറാന് കൊടുത്തിരുന്നു. പക്ഷേ ഇറാൻ അത് സമ്മതിച്ചില്ല. അത്ര വേണ്ട. ഈ 12 വാർ നടക്കുന്ന സമയത്തും അത് അവസാനിപ്പിക്കാനുള്ള നെഗോഷിയേഷൻ നടക്കുന്ന സമയത്തും റഷ്യ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് നടന്ന സംസാരത്തിൽ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ സൂക്ഷിക്കാം, എപ്പോഴാണോ ഇറാൻ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യാത്തത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു മോണിറ്ററിങ് ഞങ്ങൾക്ക് തരാം. ഇറാൻ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് സെൽഫ് എസ്റ്റീം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുകയും ലിമിറ്റഡായ രീതി, എന്നാൽ എക്സ്ട്രീംലി അവർക്ക് ഇപ്പോൾ റഷ്യക്ക് വേണ്ട എല്ലാ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ഡ്രോൺ സഹായങ്ങൾ കൊടുക്കുന്നത് ഇറാനാണ്. റഷ്യ പ്രയാസപ്പെട്ടിരുന്ന ഘട്ടങ്ങളിലൊക്കെ റഷ്യക്ക് ഏറ്റവും, കാരണം ചീപ്പ് ഡ്രോൺസ് ആണ് ഇറാൻ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ. വളരെ ചീപ്പ്, നഷ്ടപ്പെട്ടാലും വലിയ പ്രശ്നങ്ങളില്ല, വലിയ സാമ്പത്തിക ഭാരം വരാത്ത പിന്നെ ഡ്രോണുകളാണ് അവരുടെ ഡ്രോണുകൾ. ഇപ്പോൾ US പിന്നെ ആണവവാഹിനി ആണല്ലോ വരുന്നത്. ഇപ്പോൾ കാനഡയിലെ പിന്നെ ഡ്രോൺ നിർമ്മാതാക്കളായ പിന്നെ കമ്പനി അവർ ഇറാനിയൻ ഡ്രോണിനെ കുറിച്ച് പറഞ്ഞത് ഒരു സ്വാമി, എന്താ പറയുക, പ്രാണികളെ പോലെ വന്ന് ഇവരെ പിന്നെ ആക്രമിച്ചാൽ ഒരു പക്ഷേ ഈ സിസ്റ്റങ്ങൾ തകരാറിലാക്കാൻ പറ്റും, കാരണം അവർക്ക് വലിയ സാമ്പത്തിക ചെലവില്ലാതെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു നിരീക്ഷണമായിട്ട് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ സർവൈവ് ചെയ്യുക എന്നുള്ള ഒരു ശീലം ഇറാൻ്റെ. ഇതിൽ ഞാൻ വേറൊരു രസകരമായൊരു വാർത്ത, എനിക്ക് വളരെ കൗതുകരമായി തോന്നിയ വാർത്തയാണ്. അതായത് ഇറാൻ സർക്കാർ അവകാശപ്പെടുന്നത് ഞങ്ങൾ കൂടുതൽ ആളുകളെ കൊന്നു എന്നും, എന്നാൽ പ്രക്ഷോഭകാരികൾ പറയുന്നത് ഞങ്ങൾ അത്ര പേര് മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിലാണെങ്കിൽ സർക്കാരുകൾ കുറച്ച് ഒഫീഷ്യൽ റിപ്പോർട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒഫീഷ്യൽ റിപ്പോർട്ട് എല്ലായ്പ്പോഴും കുറവ്, അനൗദ്യോഗികമായിട്ട് വരെ നമുക്ക് വളരെ കൂടുതലായി. പക്ഷേ ഇറാനിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ മരണമടഞ്ഞ ആളുകളുടെ എണ്ണം സർക്കാർ പറയുന്നത് വളരെ കൂടുതലും, എനിക്കൊരു 2000 എണ്ണം ഇവർ പറഞ്ഞത്, ഇവർ പറഞ്ഞില്ല 600 പേര് മരിച്ചിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു അതിൽ അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് റിപ്പോർട്ടും വരുന്നുണ്ട്. അതായത് പിന്നെ ഡൊമസ്റ്റിക്കലി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന സാധനം എന്ന് പറയുന്നത്, ഈ വിപ്ലവം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസ് പിന്നെ കൊണ്ടുവന്ന അവർ ഇൻസ്റ്റിൽ ചെയ്ത വിപ്ലവമാണ്, അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡൊമസ്റ്റിക്കലി ഉണ്ടായ ഒരു സാധനമല്ല. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളുകളെ ആം ചെയ്ത് നേരെ പിന്നെ ആയുധം കൈമാറി 10 രാജ്യങ്ങളുടെ ഏജൻറ്റുകൾ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്ത് പിന്നെ കോർഡിനേറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന ക്യൂറേറ്റ് ചെയ്ത ഒരു വിപ്ലവമാണ് ഇത് എന്നുള്ളതാണ് റജീമിൻ്റെ ഭാഷ്യം. അതുകൊണ്ടാണ് പകരം റജീമിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ആൻറ്റി റജീം പിന്നെ റാലികൾ നടക്കുന്ന സമയത്ത് തന്നെ ടെഹ്റാനിൽ പടുകൂറ്റൻ റജീം സപ്പോർട്ടേഴ്സിൻ്റെ റാലി നടന്നിരുന്നു. ആ റാലിയെ വെസ്റ്റേൺ മീഡിയ ആരും കാണിച്ചിട്ടില്ല.
എല്ലാ വെസ്റ്റേൺ മീഡിയകളും അത് ഫേക്ക് ഇമേജാണ്, പഴയ ഇമേജാണ്, പിന്നെ കാസിം സുലൈമാനിയുടെ ശവസംസ്കാരത്തിൻ്റെ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയ്യൊഴിയാണ്. യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ടും ഇറാനിയൻ ടെലിവിഷനിലൂടെയും ഒക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ആ സമയത്ത് ചില ഇൻ്റർനെറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ചില എന്താ പറയുക പിന്നെ ക്രെഡിബിലിറ്റി ഇഷ്യൂസ് ആ സമയത്ത് ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് അത് വെരിഫൈ ചെയ്ത് അത് കാരണം പ്രസിഡൻ്റൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ഒരു റാലിയായിരുന്നു. അപ്പോൾ ഡൊമസ്റ്റിക്കലി അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഇമേജാണ്. അതായത് പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നു, നമ്മളെ ആളുകളെ കൊല ചെയ്യുന്നു, ഡൊമസ്റ്റിക്കലി ഇത് പിന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇല്ലാതാകുന്നു, ആളുകൾ നിയമം കയ്യിലെടുത്ത് എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നു. എവിടുന്നാണ് ഇവർക്ക് തോക്ക് കിട്ടുന്നത്? പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ആയുധങ്ങൾ കിട്ടുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ ഇവർ പരസ്പരം ഷൂട്ട് ചെയ്യും നേരെ പള്ളികൾ. അപ്പോൾ ഖാംനെയി അതിനുശേഷം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, നമ്മളാരെങ്കിലും ഒരു പള്ളിയിൽ കയറി വെടിവെക്കൂ? ഒരു ആരാധനാലയത്തിൽ കയറി നമ്മളാരെങ്കിലും ആളുകളെ ഡയറക്റ്റ് പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കൂ? ഇല്ലല്ലോ, നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. ഏത് വിപ്ലവകാരിയാണെങ്കിലും നമ്മളത് ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതാരാണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം ഡൊമസ്റ്റിക്കലി അവർ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പരമാവധി പിന്നെ ഈ സ്പൈറൽ ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്തത് കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം തന്നെ പ്രക്ഷോഭകാരികളല്ല, വലിയ അളവിലുള്ള പിന്നെ രക്തച്ചൊരിച്ചിലുകൾ നടന്നു, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പിന്നെ ഇടപെടലുകൾ വേണം, അതിന് മാത്രമല്ല പിന്നെ ഇതുണ്ടായി എന്ന് ഒരർത്ഥത്തിൽ അവർ പറയാൻ കാരണം വെസ്റ്റേൺ മീഡിയ അങ്ങനെയാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ പിന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വെസ്റ്റേൺ മീഡിയയുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അവിടെ വ്യാപകമായ രീതിയിൽ പിന്നെ രക്തച്ചൊരിച്ചിൽ നടക്കുന്നു എന്ന് കാണുക എന്നുള്ളത് അവരുടെയും കൂടി ഒരു താല്പര്യമാണ്. അപ്പോൾ ഇതിനൊരു ഇൻ്റർചേഞ്ചബിലിറ്റി ഉണ്ട് ഈ ഇമേജുകൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിൽ? മിഡിൽ ഈസ്റ്റിൽ വളരെ പ്രാഥമികമായിട്ട് ഇറാൻ ഒരു റെജീം ചേഞ്ച് പോലെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സിറിയ, ലെബനാൻ, പിന്നെ ജോർഡാൻ, യമൻ, ഇറാഖ്, ഈ രാജ്യങ്ങളിലൊക്കെ പിന്നെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വലിയ അളവിൽ എന്താ പറയുക പിന്നെ റിപ്പർക്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഇസ്രായേലിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പരിസരത്തുള്ള രാജ്യങ്ങളൊക്കെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പരിസരത്തുള്ള രാജ്യങ്ങളുടെയൊക്കെ സ്റ്റെബിലിറ്റി നശിക്കുക, ഫ്രാഗ്മെൻറ്റഡ് ആകുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവരെല്ലാ സമയത്തും നടത്തുന്നുണ്ട്. ഇപ്പോൾ സിറിയയുടെ ഒരു ഭാഗം അവർ പിടിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കി ഇപ്പോൾ ഈജിപ്ത് പൂർണ്ണമായിട്ട് അവരുടെ വില്ലിന് കീഴിൽ വരുന്നു എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. പല രീതിയിൽ പ്രത്യേകിച്ച് US-ൻ്റെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാകുന്നത്. US ആണ് വലിയ അളവിൽ CCA ഫൈനാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫൈനാൻസിലൂടെയൊക്കെ ഒരു എക്സ്ട്രാ ലെവറേജ് US-നുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റിനെ മറികടക്കുന്ന ഒരു തീരുമാനം ഈജിപ്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ലെബനനിൽ അങ്ങനെ ഹിസ്ബുള്ളയെ അവർ പിന്നെ ഫിനിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ടോട്ടലി ഒരു ഫ്രാഗ്മെൻറ്റഡ് നൈബർഹുഡ് ഉണ്ടാകുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. ഇവരെ സംബന്ധിച്ചുള്ള എക്സ്റ്റെൻഡഡ് നൈബർഹുഡാണ് യഥാർത്ഥത്തിൽ GCC അടക്കമുള്ള അറബ് മെയിൻലാൻഡ് എന്ന് പറയുന്നത്. ഈ അറബ് മെയിൻലാൻഡിലുള്ള എന്ന് നിങ്ങൾക്കറിയാം ഓയിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അത് ഓയിൽ മൂവ്മെൻറ്റുകൾ നിൽക്കുന്ന സമയത്ത് അവർ ലോകത്ത് അപ്രസക്തമാവും, പൂർണ്ണമായ അപ്രസക്തമാവും. ഈ ഓയിൽ ലോകത്തിൻ്റെ എനർജി സെക്ടറിൻ്റെ 30% എനർജി സപ്ലൈ നടക്കുന്നത് ഈ ഹോർമുസ് സ്ട്രൈറ്റ് വഴി. ഞാൻ നേരത്തെ പറഞ്ഞ പേർഷ്യൻ ഗൾഫ് വഴിയാണ്, ഹോർമുസ് സ്ട്രൈറ്റ് കടന്നിട്ടാണ് ലോകത്തിൻ്റെ 30% എനർജി സപ്ലൈ നടക്കുന്നത്. ഈ സാധനം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം നടക്കുന്നതും എന്നാൽ അവരെല്ലാ കാലത്തും പറഞ്ഞ് പേടിപ്പിക്കുകയും ഇതുവരെ ചെയ്യാതിരിക്കുകയും ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് സ്ട്രൈറ്റ് അടക്കുക, അല്ലെങ്കിൽ അവിടെ ആക്രമണം നടത്തുക. അതെ, അത് അവരെപ്പോഴും പറയുന്നതാണ്. പക്ഷെ അവരിതുവരെ ചെയ്തില്ല. വളരെ ലിമിറ്റഡായ രീതിയിൽ അവരത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി മാത്രം അവർ ഡെവലപ്പ് ചെയ്ത ടോർപിഡോസുകളുണ്ട്, പിന്നെ സ്പീഡ് ബോട്ടുകൾ തുടങ്ങിയ അവരുടെ നാവൽ ഫെസിലിറ്റികൾ ഭയങ്കര ഹോർമുസിനെ കേന്ദ്രീകരിച്ച് മാത്രം ഇറാൻ നടത്തിയ പിന്നെ ചില ഡെവലപ്മെൻറ്റുകളുണ്ട് അവരുടെ നാവൽ പടയിൽ. അപ്പോൾ അത് നടക്കുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാ പിന്നെ ലക്ഷറിയും അവസാനിക്കും, അല്ലെങ്കിൽ അവർ വലിയ ക്രൈസിസിലേക്ക് ചുരുങ്ങിയ പക്ഷം പോകും.
അത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ US ആക്രമിച്ച സമയത്ത് US കഴിഞ്ഞ പിന്നെ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട് പോയപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു സിംബോളിക്കായിട്ടുള്ള ഒരു അക്രമം ഇറാൻ നടത്തുമെന്ന്. അത് UAE-ലോ ഖത്തറിലോ എന്നുള്ളതേ തീരുമാനിക്കേണ്ടതുള്ളൂ. ഒരു സിംബോളിക്കായിട്ടുള്ള അക്രമം അവർക്ക് നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം അവർ ഖത്തറിനെയാണ് ആക്രമിച്ചത്. അതിന് തൊട്ട ശേഷം അക്രമം നടത്തിയ തൊട്ട നിമിഷങ്ങളിൽ തന്നെ ഇറാനിയൻ പ്രസിഡന്റ് ഖത്തറിൻ്റെ അമീറിനെ വിളിച്ച് പറയാനുണ്ട്, സോറി, ഞങ്ങൾക്കിത് ചെയ്യല്ല, നിർവാഹമില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല, അമേരിക്ക ചെയ്തതിന് ഇങ്ങനെ പ്രതികാരം ചെയ്യല്ലാതെ ഞങ്ങൾക്ക് വഴിയില്ല എന്ന് സോറി അദ്ദേഹം പറയുന്നുണ്ട് തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ. അപ്പോൾ ബേസുകൾ ഇപ്പോൾ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, UAE, സൗദി എല്ലാ രാജ്യങ്ങളിലും US ബേസുകളുണ്ട്. ആ ബേസുകളെ നേരിട്ടിട്ടാണ് ആ ബേസുകളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ അവർക്ക് ആക്രമിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മിസൈലുകൾക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ റീജിയണലി മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് ദ ബിസിനസ്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഫിനാൻഷ്യൽ താല്പര്യങ്ങൾക്കപ്പുറം പവർ ഇക്വേഷനിൽ കൂടി അറബ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പവർ ഇക്വേഷൻ്റെ ഭാഗമായിട്ട് ചില കളികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിലവിൽ. കഴിഞ്ഞൊരു 5-10 വർഷത്തെ അവരുടെ ഡെവലപ്മെൻറ്റാണത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടുന്നു, അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു, ഓയിൽ എക്കണോമിയിൽ പരിമിതപ്പെടാതെ അതിനപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അതിലേക്ക് വികസിപ്പിച്ച് കൊണ്ടുവരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ഘട്ടത്തിൽ റീജിയൻ്റെ ഒരു എന്താ പറയുക സുപ്രീമസി കിട്ടാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു, റീജിയണൽ പ്ലെയർ ആയിട്ട് പൂർണ്ണമായിട്ട്. അപ്പോൾ അവർക്കിടയിൽ തന്നെ ചില ഫ്രിക്ഷൻസ് നമുക്കറിയാം. ഇപ്പോൾ സൗദിയും UAE തമ്മിൽ ഏകദേശം ബദ്ധവൈരികളായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് യമനിലെ ഇടപെടലുകൾ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യമനിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുകയാണ്. സൗദിയുടെ താല്പര്യങ്ങൾക്കെതിരെ UAE സൗത്ത് യമനിൽ നിൽക്കുകയും അവർക്ക് ആം സപ്ലൈ ചെയ്യുകയും ഇപ്പം ഏകദേശം പൂർണ്ണമായി പിന്മാറാതെ UAE-യുമായിട്ട് ബന്ധമില്ല എന്നുള്ള അളവിലേക്ക് സൗദി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞത് നോർമൽ ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള അവരുടെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന അധികാര ശ്രേണിയിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവരുടെ രാജ്യം ഭരിക്കുക എന്നുള്ളതിനപ്പുറത്ത് റീജിയണൽ പ്ലെയറായി വലിയ പ്ലെയേഴ്സായി മാറുക എന്നുള്ള അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പുറത്തൊക്കെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ഉദാഹരണം, സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഡീലുണ്ടായി. കോംപ്രഹെൻസീവ് പാക്റ്റാണ്, ഡിഫൻസ് പാക്റ്റാണ്. അതായത് പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സൗദിയെ ആക്രമിച്ചതുപോലെയും സൗദിയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ചതുപോലെയും കണക്കാക്കുമെന്നാണ്. പാകിസ്ഥാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏക ന്യൂക്ലിയർ മുസ്ലിം കൺട്രിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെയും ന്യൂക്ലിയർ ആമില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മാത്രമല്ല, സൗദിക്ക് അതിലൊരു ബാർഗെയിനിങ് ചിപ്പ് കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവരോടൊപ്പം സൗദിയുടെ ഒപ്പം പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അതൊരു ലെവറേജാണ്. അതിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന വേറെയും ചില കാര്യങ്ങളെന്ന് പറയുന്നത്, പാകിസ്ഥാൻ്റെ അടുത്ത് വെറും വെസ്റ്റേൺ സപ്ലൈഡ് ആംസ് മാത്രമല്ല, ചൈനീസ് ഒറിജിനായിട്ടുള്ള റഷ്യൻ സാധനം എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ ഓരോ ഘട്ടത്തിൽ ഓരോ ആലൈസിനെ കിട്ടുകയും ആ ഡീലുകളുമായിട്ട് മുന്നോട്ട് പോവുകയും അതെ എല്ലാം അവരുടെ കൈവശം ഉണ്ടാവുകയും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള പല സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഇമേജ് പുറത്തുണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തത് കൊണ്ടുള്ള ഒരു ഗുണം അവർക്കുണ്ട്. അതിൽ ഇപ്പം ആസിം മുനീർ അടക്കമുള്ള പാകിസ്ഥാൻ്റെ ആർമി ചീഫൊക്കെ US ഭാഗത്തേക്ക് ടിൽറ്റ് ചെയ്ത് പോകുന്നു. US-ഉമായിട്ട് ചില താല്പര്യപ്രകാരം ചില ഡീലുകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു പുതിയ ഡെവലപ്മെൻ്റാണ്. നമുക്കത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇതിലിപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടാകുന്ന ഈ ഡിസ്റ്റർബൻസ്, പ്രത്യേകിച്ചും ഇറാനിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യത? അത് ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം 2018
വീണ്ടും US ഇറാന് മുകളിൽ ഉപരോധം ഏൽപ്പിച്ചതോടുകൂടി 2018 മെയ് മാസത്തിൽ 20-21 തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. ആ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ പിന്നെ ഇമ്പോർട്ട് ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായി നിർത്തണം എന്നുള്ളത് US-ൻ്റെ ആവശ്യമായിരുന്നു. നമ്മളതിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. നമ്മുടെ രാജ്യം അതൊരു പിന്നെ ഇറാനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് പോവുകയും ഇറാനും ഇന്ത്യയും തമ്മിൽ ലോക്കൽ കറൻസിയിൽ ട്രേഡ് നടത്തുകയും ചെയ്തു. ഇറാനിയൻ ബാങ്കുകൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാനുള്ള ഫൈനൽ ഘട്ടത്തിലായിരുന്നു. ഇന്ത്യയുടെ കറൻസിയും ഇറാൻ്റെ കറൻസി ഉപയോഗിച്ച് ട്രേഡ് നടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ അതിൽ പിന്മാറുന്നത്. അതേസമയം തന്നെ ചെഹബാർ എയർപോർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള വലിയ കാര്യങ്ങളാണ്. സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് പാകിസ്ഥാൻ വഴിയല്ലാതെ വഴിയില്ലല്ലോ, കരവഴിയില്ല. അപ്പോൾ നമുക്ക് പിന്നെ പോകാനുള്ളത് അഫ്ഗാനിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ചെഹബാർ പോർട്ടിൽ നിന്ന് അഫ്ഗാൻ വഴി സെൻട്രൽ ഏഷ്യയിലേക്ക് പോകണം നമ്മുടെ ട്രേഡ് സാധനങ്ങൾ. പ്രത്യേകിച്ച് ചൈന അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവുമായിട്ട് പിന്നെ ലോകത്തെമ്പാടും വലിയ നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മറ്റുള്ള പ്രത്യേകിച്ച് ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പരിമിതികൾ ഉണ്ടാകും. പാകിസ്ഥാനുമായിട്ട് എന്തായാലും അത് മറികടക്കാനുള്ള ഒരു സാധ്യതയായിരുന്നു ചെഹബാർ പോർട്ട് അമേരിക്കൻ സാങ്ഷനിൽ നിന്ന് എക്സംഷൻ വാങ്ങിയെടുക്കാൻ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ നമ്മളുടെ അവിടെയുള്ള റെയിൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ റെയിൽ പ്രോജക്റ്റിൽ നമ്മൾ ഡിലേ ആയതുകൊണ്ട് ഇറാനിയൻ സർക്കാർ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ സ്പീഡാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ധാരണയിൽ ആ പ്രോജക്റ്റിലേക്ക് വീണ്ടും പോവുകയും ചെഹബാർ പോർട്ട് നമ്മളങ്ങനെ ഏകദേശം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു. കമ്മീഷൻ ചെയ്യാനൊക്കെയുള്ള സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പിന്നെ ഉപരോധം വരുന്നു, പിന്മാറണമെന്നുള്ള ആവശ്യം വരുന്നു US-ൻ്റെ ഭാഗത്ത്. നമ്മളിപ്പോൾ അത് ഏകദേശം അബണ്ടൻ ചെയ്തതുപോലെയുള്ള ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ലാഭവിഹിതം എടുക്കാൻ പോകുന്നത് ചൈനയാണ്. അതാണ് സങ്കടകരം. നമ്മളുടെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ചൈനയാണ് ഇനിയിപ്പോൾ ചെഹബാർ പോർട്ടിനെ സ്വാഭാവികമായിട്ട് നമ്മളാണ് ഏകദേശം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം അവർ എടുക്കാൻ പോവാണ് എന്നുള്ള ഘട്ടത്തിൽ. അപ്പം അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ എക്സ്റ്റെൻഡഡ് നൈബറായിട്ടുള്ള നമ്മൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. പിന്നെ ട്രേഡിൽ നമ്മളുടെ പിന്നെ കാർഷികമായ പിന്നെ പരസ്പരം ഹിസ്റ്റോറിക്കലി. അപ്പോൾ ഇപ്പം നിലവിൽ നിന്നുകൊണ്ട് നടക്കുന്ന ബന്ധങ്ങളെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലെവലിലുള്ള ബന്ധങ്ങളാണ്. പരസ്പര എക്സ്ചേഞ്ചസ് നടക്കുന്നു, വിസിറ്റ് നടക്കുന്നു, കോർഡിയൽ റിലേഷൻ നിലനിർത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ എൻഗാഷ് ചെയ്ത് നമ്മളുടെ പരസ്പര ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള പരിമിതി നമുക്ക് പലപ്പോഴും നമ്മളുടെ ഫോറിൻ പോളിസി US-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മറികടക്കാൻ നമ്മുടെ പിന്നെ എന്താ പറയുക പോളിസി മേക്കേഴ്സിന് സാധിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം, പ്രതീക്ഷ. ഇത്രയും നേരം ഇറാനിൻ്റെ രാഷ്ട്രീയം അതെങ്ങനെ ലോകരാഷ്ട്രങ്ങളെ ബാധിക്കുന്നു, അതുപോലെ നമ്മളുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ വർത്തമാനത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചത്. എന്തായാലും സന്തോഷം.